ഹരേ കൃഷ്ണ. ഈ സ്ഥലം നിർദ്ധയ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇവിടെ ചൈതന്യ മഹാപ്രഭു സന്യാസം സ്വീകരിക്കുന്നതിന് മുമ്പ് ഇവിടെ വെച്ചാണ് ചൈതന്യ മഹാപ്രഭുയുടെ തലമുണ്ടനം ചെയ്തത്. അപ്പോൾ ഈ ചൈതന്യ മഹാപ്രഭുവിനെ കാണാൻ വളരെ ഭംഗിയാണ്, മനോഹരമാണ്. അതിൽ പ്രത്യേകിച്ച് പറയത്തക്ക രീതിയിൽ അദ്ദേഹത്തിൻ്റെ ചുരുണ്ട മുടിയാണ്. അത് കാണുമ്പോൾ തന്നെ ചൈതന്യ അത്ര സൗന്ദര്യം ഉണ്ടാകും. ആ മുടി മൊട്ടയടിച്ചു എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര വിഷമമായി. അങ്ങനെ ചൈതന്യ മഹാപ്രഭു തല മുണ്ടനം ചെയ്തിട്ട് വീട്ടിൽ അമ്മയും ഭാര്യയൊക്കെ കാണുമ്പോൾ അമ്മ ഇങ്ങനെ ഹൃദയം പൊട്ടി നിൽക്കും. അപ്പോൾ ചൈതന്യ മഹാപ്രഭു ജസ്റ്റ് അമ്മയെ ഇങ്ങനെ നമസ്കരിച്ചുകൊണ്ട് വീട് വിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ അമ്മ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു ദയയുമില്ലാതെ ചൈതന്യ മഹാപ്രഭു പോകുന്നുണ്ട്. അതുകൊണ്ടാണ്, അതായത് നാട്ടുകാരും എല്ലാവരും ചൈതന്യ മഹാപ്രഭുവിനെ ഇങ്ങനെ എന്തുകൊണ്ട് പോകുന്നു എന്ന് വിഷമിച്ച് കാണുമ്പോൾ ഒരു ഹൃദയത്തിൽ ഒരു ദയവും ഇല്ലാതെ പോയതുകൊണ്ടാണ് ആ സ്ഥലത്തിൻ്റെ പേര് നിർദ്ദയ എന്ന്. എന്നിട്ട് ചൈതന്യ മഹാപ്രഭു അവിടെ നിന്ന് കട്ടുവ എന്ന് പറയുന്ന സ്ഥലത്തിലാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് പോയത്. അവിടെ കേശവഭാരതിയുടെ വീട്ടിലാണ് സന്യാസം സ്വീകരിച്ചത്. ഹരേ കൃഷ്ണ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് രുദ്രദ്വീപ്, അതായത് ശങ്കരപുര എന്ന് പറയുന്ന സ്ഥലത്താണ്. ഈ സ്ഥലത്തിൽ ഇന്ന് രാവിലെ എത്തിപ്പെട്ടു. ഇവിടെ ചൈതന്യ മഹാപ്രഭുയുടെ കാലത്തിന് മുന്നിൽ തന്നെ ശങ്കരാചാര്യർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ശങ്കരാചാര്യർക്ക് ഗൗരംഗ മഹാപ്രഭുവിൻ്റെ ദർശനം കിട്ടിയായിരുന്നു. ശങ്കരാചാര്യ മായാവാദി ഫിലോസഫി അല്ലെങ്കിൽ ശൂന്യവാദം പ്രചരിപ്പിച്ചാലും അദ്ദേഹം ഒരു പരിശുദ്ധ ഭക്തൻ തന്നെയായിരുന്നു. അതായത് വേറെ ആരുമല്ല ശങ്കരാചാര്യ, ശിവൻ്റെ തന്നെ അവതാരമാണ്. ഒരു വലിയ വൈഷ്ണവൻ തന്നെയാണ്. ഒരിക്കലും ഒരു വൈഷ്ണവൻ വിഷ്ണുവിനെതിരായിട്ടൊന്നും പറയാറില്ല. പക്ഷേ ഇവിടെ ശങ്കരാചാര്യർക്ക് അതാണ് കൊടുത്തിരിക്കുന്ന ഡ്യൂട്ടി. അപ്പോൾ ഈ ഫിലോസഫി പ്രചരണം ചെയ്യണം എന്നാണ് ശങ്കരാചാര്യർക്ക് നിർദ്ദേശം ഭഗവാനാൽ കൊടുക്കപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ശങ്കരാചാര്യർ ഇവിടെ മായാവാദ ഫിലോസഫി സംസാരിക്കുന്നത്. പക്ഷേ ചൈതന്യ മഹാപ്രഭു വന്നിട്ട് പറയും, ശങ്കരാചാര്യൻ്റെ അടുത്ത് ദർശനം കൊടുക്കും. സ്വർണ്ണവർണ്ണത്തിൽ, ഗോൾഡൻ ഫോമിൽ, എന്താ പറയുക, ചുരുണ്ട കേശങ്ങളും സ്വർണ്ണവർണ്ണവും താമരപ്പൂ പോലത്തെ കണ്ണുകളുമായിട്ട് ചൈതന്യ മഹാപ്രഭുവിനെ കണ്ടപ്പോൾ ശങ്കരാചാര്യർ ഗൗര 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 എന്ന് ജപിക്കുന്ന ഒരു സ്ഥലമാണ്. എന്നിട്ട് ശങ്കരാചാര്യരുടെ അടുത്ത് പറയും, എൻ്റെ ഫിലോസഫി ഇവിടെ പറയണ്ട, ഇത് നവദ്വീപാണ്. ഇവിടെയുള്ള ജനങ്ങളെല്ലാം ഹരിനാമം ജപിച്ച് ഭഗവാനെ ശരണം പ്രാപിക്കുന്നവരാണ്. അതുകൊണ്ട് ഇവിടെ ഈ ഫിലോസഫി വേണ്ട എന്ന് ശങ്കരാചാര്യരുടെ അടുത്ത് പറയും. അങ്ങനെ ശങ്കരാചാര്യർ ഈ സ്ഥലത്തിൽ വിട്ടിട്ട് പോകുന്നതാണ്. ഇവിടെ മായാവാദ ഫിലോസഫിക്ക് ഏതൊരു പ്രസക്തിയുമില്ല എന്നാണ്. ഇവിടെ ഹരിനാമം മാത്രമാണ്, ഗൗരംഗ മഹാപ്രഭുയുടെ ഹരിനാമമാണ് ഇവിടെ പ്രസക്തിയുള്ളത്. അപ്പോൾ ഇവിടെ പ്രൗഢമായ വൃദ്ധശിവ എന്ന് പറയുന്ന രണ്ടുപേരാണ് ഈ ഡാമിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ നേരത്തെ വീഡിയോയിലുണ്ടായിരുന്നു. ആ ഡാമിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അതായത് ഇവിടെ മായാവാദിക്കോ ഭക്തരല്ലാത്തവർക്കോ ഇവിടെ സ്ഥാനമില്ല എന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള ജീവാത്മാക്കളെല്ലാം ഈ സ്ഥലം വിട്ടിട്ട് അവരെല്ലാം പാശ്ചാത്യ ദേശത്ത് പോയതാണ്. അപ്പോൾ ആ പാശ്ചാത്യ ദേശത്തിൽ ഇവിടുന്ന് തന്നെ ഭക്തിവേദാന്ത സ്വാമി പ്രഭുപാദ് അദ്ദേഹത്തിൻ്റെ ഗുരുയുടെ നിർദ്ദേശമനുസരിച്ച് ആ ശൂന്യവാദം പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന അവർക്ക്, അതായത് പറയുന്നുണ്ട് ലോചൻദാസ് ഠാക്കൂർ, ഇവിടെ നിന്ന് ഹരിനാമം സ്വീകരിക്കാതെ പോയവരെയെല്ലാം ഉദ്ധാരണം ചെയ്യാനായിട്ട് സേനാധിപതി ഭക്ത വരുമെന്ന്. അതുപോലെ പ്രഭുപാദ് പോയിട്ട് അവിടെ അന്ന് രക്ഷപ്പെട്ടു പോയവരെയെല്ലാം പിന്നീട് അവർക്ക് ഹരിനാമം ഉപദേശം കൊടുത്ത് ഇന്ന് അവരെല്ലാവരും ഹരിനാമം ജപിക്കുന്നു. നമുക്കിവിടെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാ രാജ്യത്തിൽ നിന്നും, സൗത്ത് ആഫ്രിക്കയിൽ നിന്നുണ്ട്, ജർമ്മനിയിൽ നിന്നുണ്ട്, ലണ്ടനിൽ നിന്നുണ്ട്, യൂറോപ്യൻ കൺട്രീസ്, US, എല്ലാ സ്ഥലത്തു നിന്നും നമുക്ക് ഇവിടെ ഭക്തന്മാരെ കാണാൻ സാധിക്കും. ജപ്പാൻ, ചൈന, റഷ്യൻസ് ഒരുപാട് പേരുണ്ട്. ഇവരെല്ലാം നമുക്ക് കാണാം. അപ്പോൾ അന്ന് രക്ഷപ്പെട്ടു പോയവരെല്ലാം ഇന്ന് മഹാപ്രഭുയുടെ കാരുണ്യം കൊണ്ട് അവരെല്ലാം ഹരിനാമം ജപിക്കുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈവൻ ചെറിയ കുഞ്ഞുങ്ങൾ പോലും ഗുരുകുലത്തിൽ അവരെല്ലാം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് കൃഷ്ണഭക്തി. ഇതൊരു സ്പെഷ്യൽ ദ്വീപാണ്, ശങ്കരപുര എന്ന് പറയുന്ന രുദ്രദ്വീപാണ്. ഹരേ കൃഷ്ണ. യഥാർത്ഥത്തിൽ ശങ്കരപുര എന്ന് പറയുന്നത് ഈ ഗംഗയുടെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഉണ്ടായിരുന്നത്.
പക്ഷെ അത് ഗംഗ മണ്ണിടിച്ചൽ കാരണം രണ്ടായിട്ട് സ്പ്ലിറ്റായപ്പോൾ ഈ വെസ്റ്റ് എന്നുള്ളത് ഈസ്റ്റിലോട്ടായി. അപ്പോൾ ഇപ്പോൾ ഈ ശങ്കരപുര ഇരിക്കുന്നത് ഈസ്റ്റിലാണ്. അപ്പോൾ വെസ്റ്റിൽ വന്നിട്ട് ആളുവാസമില്ലാത്ത സ്ഥലം, ജനവാസമില്ലാത്ത സ്ഥലമായി മാറി അവിടെ. അത് ദ്വീപാണ് എങ്കിലും അവിടെ ആരും പോകാറില്ല, കാരണം വെള്ളം കൊണ്ടങ്ങനെ ദ്വീപായിട്ട് ഫുള്ളും അങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഈസ്റ്റിൽ ഭക്തിസിദ്ധാന്ത മഹാരാജ് ഈസ്റ്റിലൊരു അമ്പലം, മഠം സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ വെച്ചാണ് ഇന്നത്തെ പ്രോഗ്രാം നടത്തുന്നത്.